യൂട്യൂബ് ചാനൽ. ഇന്നും പതിവ് പോലെ വീക്കെൻഡിൽ കറങ്ങാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് പോയത് ഒരു അടിപൊളി സ്ഥലത്താണ്. നമ്മളും ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 11 മണിയോടുകൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ഇന്ന് നമ്മൾ വാപ്പായും ഉമ്മയായിട്ടൊക്കെയാണ് പോകുന്നത്. അവർ രണ്ടുപേരും ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നാളായിട്ട് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉമ്മയും വാപ്പായും ഒത്തിരി നാളിന് മുന്നേ ഈ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ആദുവിനെ എല്ലുവിനെയൊക്കെ അവിടെ കൊണ്ട് കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഉമ്മയും വാപ്പായും വന്നതാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ എത്തി. അപ്പോൾ ലൊക്കേഷൻ ഇട്ട് നേരെ പോവുകയാണ്. ഇത് വൈപ്പിനടുത്തുള്ള ഞാറയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് അവിടെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഒട്ടും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ നേരെ നമ്മൾ എത്തിയ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് കാർ ഇട്ടു. ഇത് മത്സ്യഫെഡിൻ്റെ അക്വാ ടൂറിസം സെൻ്ററാണ് ഞാറയ്ക്കൽ. നിങ്ങൾ അങ്ങനെയാണ് ലൊക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. ആദ്യം തന്നെ ഈ എൻട്രി ഫീസ് 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മുതലാണ് നമ്മൾ എൻട്രി ഫീസ് കൊടുത്തകത്ത് കയറേണ്ടത്. പിന്നെ നമ്മൾ ഫുഡ് മുതലുള്ള എല്ലാ ആക്ടിവിറ്റീസിനും സെപ്പറേറ്റ് റേറ്റ് ഇവിടെ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അവർ എൻട്രി ഫീസ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസിനൊക്കെയുള്ള പൈസ നമ്മളിവിടെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെന്നിട്ട് നമ്മൾ ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ആയിട്ട് നമുക്കവിടെ പോയി നമുക്ക് വേണ്ട ഫുഡ് ഏതാണെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ നമുക്കത് വന്ന് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ പോയി അവരോട് മെനു കൊടുത്തിട്ടുണ്ട്, റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബില്ല് ചെയ്ത് അവിടെ പോയി ഓർഡർ ചെയ്ത് കൊടുത്താൽ വരുമ്പോൾ നമുക്ക് കഴിക്കാം എന്നുള്ള പ്ലാനിൽ നേരെ നമ്മൾ ബോട്ടിങ്ങിന് കയറി. ഈ ബോട്ടിങ്ങിന് പോകുന്നതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് ഉമ്മയും അപ്പം കുറേ പറഞ്ഞു. പക്ഷെ നമ്മളത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ജസ്റ്റ് പോകുമ്പോൾ മീനുകൾ ഇങ്ങനെ ചാടുന്നത് കാണാമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വെള്ളത്തിൽ ജസ്റ്റ് മീനുകളെ കാണാം എന്നുള്ള രീതിയിൽ മാത്രമാണ് പോയത്. വലുതായിട്ടൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ നമ്മൾ ഈ പോകുന്ന ബോട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട്, നമ്മളെ ഹെൽപ്പിനൊരു ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ വേറൊരു പാക്കേജ് എന്താണെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ നടുക്ക് ഒരുപാട് ഹട്ടുകളുണ്ട്. നമ്മൾ ആ പാക്കേജ് എടുത്താൽ നമുക്ക് അവിടെ പോയി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവർ ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് ഇതേപോലെ ബോട്ടിൽ നമുക്ക് ഹട്ടിലേക്ക് കൊണ്ടുതരും. അപ്പോൾ നമ്മൾ പോകുന്ന ബോട്ടിൽ ഒരു ഹട്ടിൽ ഒരു ഫാമിലി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പാക്കേജ്. അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണവും കൂടി അവരിതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവർ ആ ഒരു ബോട്ടിൽ കറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഈ ഹട്ടിൽ തന്നെ നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ ആ ഭക്ഷണം കൊടുത്തിട്ട് പോകാൻ തുടങ്ങുമ്പോഴും നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മീനിനെ കാണാം എന്നുള്ളത്. ജസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ വലുതായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ആകാംക്ഷയിൽ നമ്മുടെ അടുത്തൊന്നും ഇരിക്കാതെ ഫ്രണ്ടിൽ പോയി ഭയങ്കര ധൈര്യത്തോടെ ഇരിക്കുവാണ്. അപ്പോൾ ഞാനും അവിടെ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മീൻ വരും, ഇപ്പം മീൻ ചാടുന്നത് കാണാം എന്നൊക്കെയുള്ള പ്രതീക്ഷിച്ചിട്ട് ഇതെങ്ങനെയാണ് ഒരു സംഭവം എന്ന് നമുക്കറിയില്ല. ആദ്യമായിട്ടാണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. നോർമലി മീനൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി വരുന്നതൊക്കെ കാണാറുണ്ടെന്നല്ലാതെ. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ആ ബോട്ട് കൺട്രോൾ ചെയ്യുന്ന ആൾ പറയുന്നു മീൻ ചാടാൻ തുടങ്ങുന്നുണ്ടെന്ന്. പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നാണ് ചാടി വരുന്നത് നമുക്ക് അറിയാത്തത് കൊണ്ട് കറക്റ്റായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ നമ്മൾക്ക് പെട്ടെന്ന് ആ ഒരു മൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ എവിടെയും ചെറുതായിട്ട് ഇങ്ങനെ ചാടുമ്പോൾ ഇവർ പറയുന്നു നമുക്ക് പെട്ടെന്ന് ചിലതൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് എവിടെയെങ്കിലും മീൻ ചാടുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ആദ്യമൊക്കെ ആൾ പറയുന്നുണ്ട് അവിടെ ഇവിടെയും ചെറുതായിട്ട് ചാടുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു വെയിലത്താണ് നമ്മൾ ഈ കറങ്ങുന്നത്. ഏകദേശം 12 മണി 1 മണിയാണ്. പക്ഷെ നമുക്കൊരു ചൂടേ ഫീൽ ചെയ്യുന്നില്ല, നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതേപോലെ മീൻ ഇങ്ങനെ ചാടി തുടങ്ങി 1ഉം 2ഉം അവിടെയായിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്രയും വലിയൊരു സംഭവമാണ് ഈ മീൻ ചാടുക എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതിനി ബോട്ടിലേക്ക് ചാടാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ബോട്ടിലേക്ക് ചാടുന്നത് ഒരു വലിയ സംഭവമാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ഈ ചാടുന്ന അതേ ഫോഴ്സിൽ ചിലപ്പോൾ തെറിച്ച് നമ്മുടെ ബോട്ടിൽ വന്ന് വീഴുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാടുന്നതൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആദു അല്ലു അമ്നും ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം പല പല ഹട്ടുകൾ കാണാം. പിന്നെ അതിനകത്തൊരു തുരുത്ത് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ചാടുന്ന കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആ സംഭവം ഉണ്ടായത്. ഒരു മീൻ ചാടി ഇതിലേക്ക് വീണ്. പിന്നെ മൊത്തത്തിൽ വീഡിയോ എടുക്കുന്നതൊക്കെ പ്രശ്നം. ആദു ആകെ ഓടി ബഹളം വെച്ച് വരുന്നു, അമ്നു കരയുന്നു. അവസാനം ആ ചേച്ചി ആ മീനെ പിടിച്ച് നേരെ വെള്ളത്തിലേക്ക് ഇട്ടപ്പോഴാണ് അവിടുത്തെ ബഹളമൊക്കെ മാറിയത്. ആകെ കരച്ചിലും ബഹളമൊക്കെ ശരിക്കും പേടിച്ചു പോയി. പിന്നെ ഫുള്ള് മീൻ ചാടുന്നൊരു
രംഗമാണ് ഇവിടെ കണ്ടത്. ഈ പേടിയുടെ പുറത്ത് പിള്ളേർക്കത് എൻജോയ് ചെയ്യാൻ പറ്റാതായിപ്പോയി. മീൻ പെട്ടെന്ന് ചാടി വന്നപ്പോൾ അവർ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി. പിന്നെ ഒരു രക്ഷയില്ല, ഫുള്ള് മീനിങ്ങനെ ചാടുന്നതാണ്. ഭയങ്കര രസമാണത് എക്സ്പീരിയൻസ് ചെയ്യാൻ. ശരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു ബോട്ടിൽ പോയത് ആ പൈസ കൊടുത്ത് നമ്മൾ ആ പാക്കേജ് എടുത്ത് ശരിക്കും നമുക്ക് മുതലായി എന്ന് തന്നെ പറയാം. അതേപോലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മളൊരു ആദ്യത്തെ എക്സ്പീരിയൻസും കൂടെ ആയതുകൊണ്ട് വളരെ രസമുണ്ടായിരുന്നത് കാണാൻ. ആ മീൻ ചാടി ബോട്ടിലോട്ടൂടെ കയറിയപ്പോൾ പിന്നെ പറയണ്ട. അതേപോലെ തന്നെ നമ്മളിങ്ങനെ കറക്കിക്കൊണ്ട് വരുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാം അവിടെ ഒരു ഹട്ട് പോലെ ഒരു തുരുത്ത് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനും അവിടെ ഒരു ഡിഫറെൻറ്റ് പാക്കേജ് ഉണ്ട്. നമ്മൾ അതെടുത്തില്ല, അതും നമുക്ക് ഇതേപോലെ എടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതേപോലെ കാണുന്ന ഹട്ടുകളും. അപ്പം ഇതിനെല്ലാം പ്രത്യേക പാക്കേജുകൾ അവിടെ ഉണ്ട്. അത് കൊടുത്താൽ നിങ്ങൾക്ക് ഓരോ ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് നേരെ വന്ന് ഇറങ്ങി. അതുമെല്ലാം കുറച്ച് പേടിയും സന്തോഷവും ഒക്കെ കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് വന്നിരിക്കുവാണ്. പിന്നെ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പം നമ്മൾ മീൽസാണ് അവിടെ ഉള്ളത്. മീൽസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഫിഷൊക്കെ പറയാം. പിന്നെ സെപ്പറേറ്റ് നമുക്ക് വേണ്ടതൊക്കെ പറയാം. അപ്പോൾ കരിമീനുണ്ട് അവിടെ, ഈ കരിമീൻ്റെ ഇതുണ്ട്. പിന്നെ ഈ ചാടി വരുന്ന പൂമീൻ എന്ന് പറയും, അങ്ങനെ ഒരു മീനാണ്. അതൊക്കെ ഈ മീൽസിൻ്റെ കൂടെ നമുക്ക് അവർ സെർവ് ചെയ്യും. പിന്നെ കക്ക, ചെമ്മീൻ, നമുക്ക് വേണ്ടതൊക്കെ അവർ പറയും. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുഞ്ഞുങ്ങളുടെ കുറച്ച് കളിക്കുന്ന ഏരിയയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഊഞ്ഞാലാടുന്നതും. പിന്നെ കുറേ നേരം അവിടെ കളിയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ വെയിലാണെങ്കിലും നമുക്ക് ആ വെയിലവിടെ ഫീൽ ചെയ്യുന്നേ ഇല്ല ഒട്ടും. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ നടന്ന് കാണാം. ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് നടന്ന് കറങ്ങി കണ്ടുവരാം. ചൂണ്ടയിടാം. അതിനുവേണ്ടി ആളുകൾ ചൂണ്ടയൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആളുകൾ പോയി ചൂണ്ടയിടുന്നുണ്ട്. നമ്മളതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ പെഡൽ ബോട്ടുണ്ട്, ഇതേപോലെ കൊട്ടവഞ്ചിയുണ്ട്. ഇതൊക്കെ ആളുകൾക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ വന്ന സമയത്ത് ചിലരൊക്കെ പെഡൽ ബോട്ടിലൊക്കെ വരുന്നത് കാണുന്നുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ബോട്ടിങ്ങിന് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം നമുക്ക് ആ ഒരു ഏരിയയുടെ തന്നെ അടുത്തായിട്ട് ഇതുപോലെ വലിയൊരു ഹട്ടുണ്ട്. നമുക്ക് ആ പോകുന്ന വഴിക്ക് തന്നെ പിള്ളേർക്ക് ഇങ്ങനെ കിടക്കാൻ തൊട്ടിൽ പോലെ നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം അതും എല്ലും ഒക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഒത്തിരി നടക്കാനുള്ളതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഒന്നും പോയില്ല, കുറച്ച് ദൂരമൊക്കെ കണ്ടു. പിന്നെ അതും അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഇങ്ങനെ എൻഗേജ്ഡ് ആയിരുന്നു ഓരോന്നിൽ. അപ്പോൾ അവരുമായിട്ട് കുറച്ച് നേരം ഈ സൈഡിലൊക്കെ ഇതേപോലെയൊക്കെ ഇരുന്ന് കളിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ആ ഒരു ഹട്ടിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പോയപ്പോൾ നമ്മൾ അതിലേക്ക് കയറി. അവിടെ അതിലും ബ്യൂട്ടിഫുള്ളാണ്. ഈ വെള്ളത്തിൻ്റെ നടുക്കായതുകൊണ്ട് നല്ല കാറ്റാണ്. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. ആ ടൈമിലൊക്കെ അവരതിനകത്ത് കളിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് പുറത്തൊക്കെ ഇങ്ങനെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ വെള്ളത്തിൻ്റെ സൈഡിൽ കെട്ടിയിരിക്കുന്നിടത്ത് കുഞ്ഞു മീനുകളെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ വെള്ളത്തിൻ്റെ ചുറ്റുഭാഗം നമുക്ക് നടക്കാൻ സ്ഥലമുണ്ട്. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ നടന്ന് എല്ലാം കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സമയം പോകുന്നത് അറിയത്തില്ല. അതുപോലെയാണ്. നമുക്ക് വേണ്ട ആക്ടിവിറ്റി മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് എൻട്രി ഫീ കൊടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല എല്ലാ ആക്ടിവിറ്റീസും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോ പാക്കേജ് എടുത്ത് നിങ്ങൾക്ക് വേണ്ട ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കറങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ആ ഒരു ഹട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നു. അവിടെ ഒത്തിരി സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു പാർട്ടി പോലെയൊക്കെ ആളുകൾക്ക് വന്ന് അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതേപോലെ വെള്ളത്തിൽ നിറയെ മീനുകളുണ്ട്. പിന്നെ അതുമല്ലോ അത് കഴിഞ്ഞിട്ട് വന്ന് വീണ്ടും എന്നെ വിളിച്ചിട്ട് വന്ന് ഇതേപോലത്തെ കളികൾ തന്നെയായിരുന്നു അവിടെ. അപ്പോൾ ഏകദേശം ഒരു 2 മണി 3 മണിയൊക്കെ ആവുന്നത് വരെയും ഞങ്ങളിങ്ങനെ ഫുള്ള് കറങ്ങി നടക്കലും ഈ ഒരു വെള്ളത്തിൻ്റെ സൈഡിൽ നിന്ന് കാണലും ആ ടെൻറ്റിലിരിക്കലും ആ സമയത്തൊക്കെ ആളുകൾ അവിടെ ബോട്ടിങ് ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചായയും സ്നാക്സും ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം 4 മണി ആകാറായപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ പോയി ചായയും സ്നാക്സും ഒക്കെ കഴിച്ചു. പിന്നെ മക്കളെ അവിടെ നിന്ന് ഫ്രഷൊക്കെ ആക്കിയിട്ട് നമ്മൾ 4 മണിയോട് കൂടി അവിടെ നിന്ന് ഇറങ്ങി. നമുക്കൊട്ടും ബോറടിച്ചില്ല. ഒരു ഡേ നമ്മൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്തെന്ന് തന്നെ പറയാം. അത്രയും നല്ലൊരു സ്ഥലമാണ്. നമ്മളൊട്ടും ടയർഡൊന്നും ആയില്ല. അപ്പം നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ലൊക്കേഷനിൽ പോകണം. ഒരു ഡേ നിങ്ങൾക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കൊച്ചിയിൽ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അങ്ങനെ അതുമല്ലും പിന്നെ കുറച്ച് നേരം സുഭാഷ് പാർക്കിലൊക്കെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം കുറച്ച് നേരം സുഭാഷ് പാർക്കിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു.
അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്നും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെന്നും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഈ സ്ഥലത്ത് നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോകണം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.